ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം 121 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യമാണ്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. 121 സങ്കീർത്തനം ഒരു സഹായത്തിനു വേണ്ടി ചോദ്യവുമായി ഉയരത്തിലേക്ക് നോക്കുന്ന ഒരു ഭക്തനെയാണ്. പ്രൈസ് ലോർഡ്. മനുഷ്യ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ മാത്രമല്ല, ആ ചോദ്യത്തിന് ഉത്തരവുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹതമം. അവൻ്റെ ജീവിതം ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അവൻ്റെ മുമ്പിൽ ചോദ്യം വരികയില്ല എന്നുള്ളതല്ല, ആ ചോദ്യത്തിന് അവൻ ആശ്രയിക്കുന്ന അവൻ്റെ ദൈവം അവൻ ഉത്തരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ ഭക്തൻ ചോദിച്ചൊരു ചോദ്യമാണ്. അവൻ ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി ചോദിച്ചൊരു ചോദ്യം, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആ ചോദ്യത്തിന് ഉത്തരമായി ഏതാണ്ട് 8 വിധ സംരക്ഷണം, സഹായം നമുക്ക് കാണുവാനായിട്ട് ആ വാക്യങ്ങളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ 8 വിധ സംരക്ഷണങ്ങൾ. അപ്പൊ ശത്രു തനിക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ, തനിക്ക് അതിൽ നിന്ന് സ്വയ കഴിവിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ബോധ്യമാകുമ്പോൾ, ആ മനുഷ്യന്റെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ഒരു ചിന്തയാ, എന്നെ ആര് സഹായിക്കും, എന്നെ ആര് സംരക്ഷിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചോദ്യം അവൻ ചോദിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ സംരക്ഷകൻ, അവന്റെ സഹായകൻ അവന് കൊടുക്കുന്ന 8 ഉത്തരങ്ങൾ അവിടെ കിടക്കും. 8 ഉത്തരങ്ങൾ. അതിലെ ഒരു ഉത്തരമാണ് ഈ ധ്യാന ചിന്തയിൽ ഈ പകൽക്കാലം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതുകൊണ്ടാണ് ഇതിന്റെ തലക്കെട്ടായിട്ട് ഇങ്ങനെ ഇടുവാൻ ഇടയായി തീർന്നത്. കാൽ വഴുതുവാൻ സമ്മതം കൊടുക്കാത്തവന്റെ സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇടറുക, വഴുതുക, ക്ഷീണിക്കുക, തളരുക, ഇങ്ങനെ ഉള്ള അനേക സമയങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരും. ഈ മേഖലയാണ് ചോദ്യത്തിന്റെ മേഖല, ഇടറുന്ന മേഖല, തളരുന്ന മേഖല, സംശയത്തിന്റെ മേഖല, ഇരുട്ടിന്റെ മേഖല. പ്രൈസ് ദി ലോർഡ്. കൂരിരുളിന്റെ മേഖല. ഇവിടെയൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രൈസ് ദി ലോർഡ്. സാധാരണമായ സമയങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരണമെന്നില്ല. ഹല്ലേലൂയ. അപ്പോഴാണ് ഹല്ലേലൂയ അവന്റെ സംരക്ഷകൻ അവന് വേണ്ടി വെളിപ്പെടുന്നു, അവന്റെ പരിപാലകൻ അവന് വേണ്ടി വെളിപ്പെടുന്നു. ഒരു ഭക്തന്റെ ജീവിതത്തിലെ ആ ഹല്ലേലൂയ ഏറ്റവും വലിയ അനുഗ്രഹം അവിടെ. അപ്പോൾ ഈ ഭക്തൻ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കാൽ വഴുതുവാൻ എന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കാൽ വഴുതണമെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ ഹല്ലേലൂയ സമ്മതം ആവശ്യം. അപ്പൊ ദൈവത്തിന്റെ സമ്മതമില്ലാതെ ഈ ലോകത്തിലെ ഒരു ശത്രുവിനും നമ്മളെ ഇടറുവാനോ തളരുവാനോ തകർക്കുവാനോ കഴിയുകയില്ല എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ബിലയാം എന്ന ഒരു ജാതീയ പ്രവാചകൻ ഈ ഇസ്രായേൽ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ യഹോവ ശപിക്കാത്തവനെ എനിക്ക് ശപിക്കാൻ പറ്റത്തില്ല.
ചില ആളുകൾ ബിലയാമിനെ കുറിച്ച് പറയാറുണ്ട്, അവൻ യഹോവയുടെ വാക്കല്ലേ പറഞ്ഞേന്ന്. ഞാൻ അതിന് കൊടുക്കുന്നൊരു മറുപടി, ബിലയാമെന്നല്ല, കഴുതയെന്നല്ല, ആരുടെയും വായ ദൈവത്തിന് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരുടെയും വായ ദൈവത്തിന് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. കഴുതയുടെ വായും തുറന്നിട്ട് ദൈവത്തിന് സംസാരിക്കുവാൻ പറ്റും. ബിലയാമിന്റെ വായിക്കകത്ത് വല്ലതും പറയണമെങ്കിൽ എൻ്റെ കർത്താവ് വിചാരിക്കണം. അതുകൊണ്ടാണ് ബിലയാം ഇങ്ങനെ പറയുന്നത്, ഹവാ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും എന്ന് വെച്ചാൽ, യഹോവയുടെ സംരക്ഷണം നിലനിൽക്കുമ്പോൾ, യഹോവയുടെ സഹായം നിലനിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഈ പകൽക്കാലം നമ്മുടെ ഉറപ്പാണ്. പത്രോസിനെ കുറിച്ച് പിശാച് വന്ന് യേശുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ ലൂക്കോസ് 22 അധ്യായത്തിൽ അത് കാണും. ഗോതമ്പ് പോലെ പാറ്റുവാൻ അനുവാദം ചോദിച്ചു. പാറ്റിയ പോരെ, എന്തിനാ അനുവാദം ചോദിച്ചത് എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ അനുവാദമില്ലാതെ പത്രോസിനെ പാറ്റാൻ പോയിട്ട് അവന്റെ അടുക്കൽ ചെല്ലാൻ പിശാചിന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, അവന്റെ ഹല്ലേലൂയ സ്തോത്രം വീടിന് ചുറ്റും നടന്നതല്ലാതെ അകത്ത് കയറാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിച്ചപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കുക, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി എന്നുള്ളത്, സ്തോത്രം, അവന്റെ ശക്തി എന്നുള്ളത്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ആ പ്രവൃത്തിയെ തടയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ശക്തിക്ക് എതിരെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. 127 സങ്കീർത്തനം 3 വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. കാവലുണ്ട് എന്നുള്ളതല്ല ആ പട്ടണത്തിന്റെ സംരക്ഷണം. കാവലൊക്കെ നമുക്ക് പുറത്തേ കാണാം. കുറെ ആളുകൾ തോക്കുപിടിച്ച് അല്ലെങ്കിൽ ആയുധവാഹുകളായി അല്ലെങ്കിൽ ഹല്ലേലൂയ ആ പട്ടണത്തിന് ചുറ്റും ഹല്ലേലൂയ സ്തോത്രം കോട്ടകളൊക്കെ കെട്ടിയിട്ടുണ്ടാകാം. പക്ഷേ അതല്ല സംരക്ഷണത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആ സ്തോത്രം, ആ പൂർണ്ണ സംരക്ഷണം എന്നുള്ളത്. യഹോവ അത് കാക്കുന്നില്ലെങ്കിൽ ഈ പട്ടാളക്കാരും ഈ മതിലും ഒക്കെ വ്യർത്ഥമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സദൃശ്യവാക്യം 3:22 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. സ്തോത്രം. 26 മാത്രം ഞാൻ വായിക്കുന്നു. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. കുടുങ്ങാതെ വണ്ണം കാക്കുമെന്ന് പറയുമോ? മുകളത്തെ വാക്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. നീ കിടക്കാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകത്തില്ല. പ്രൈസിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന ആശനിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കുന്നുണ്ട്. അപ്പോൾ യഹോവ, ഹല്ലേലൂയ, യഹോവയിൽ ആശ്രയിക്കുന്ന, യഹോവ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യന് ഭയമില്ല. കാരണം അവന്റെ സംരക്ഷണം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവമാണെന്നാണ്. സ്തോത്രം. ഈ ലോകത്തിലെ ഒരു ശത്രുവിനും, ഹല്ലേലൂയ സ്തോത്രം, ആ സംരക്ഷണം അതിൽ പൊളിക്കാൻ പറ്റില്ല എന്നുള്ളത്. സഖരിയ 2:5 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തീമതിലായിരിക്കുന്ന ഒരു ഇസ്രായേൽ ഗൃഹം. ഹല്ലേലൂയ. ഇസ്രായേലിന് ചുറ്റും തീമതിൽ. ഇന്ന് ലോകത്തിലേക്ക് കണ്ണോടിച്ചാൽ വിവിധതരം രോഗങ്ങൾ, മഹാമാരികൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു സംരക്ഷണം ഒരു രീതിയിലും ഇല്ലാത്ത രീതിയിൽ ഹല്ലേലൂയ മനുഷ്യർ നെട്ടോട്ടമോടുക. പക്ഷേ നമ്മുടെ കർത്താവ് പറയുകയാണ്, കാണുന്നതോ കാണാത്തതോ, ഹല്ലേലൂയ സ്തോത്രം, ഭൗമികമോ ആത്മീകമോ, ഏതു മേഖലയിലും ഹല്ലേലൂയ സ്തോത്രം വഴുതിപ്പോകാതെ, ഹല്ലേലൂയ തകർന്നു പോകാതെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഈ വചനങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് തരട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ലോകത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒത്തിരി അനർത്ഥങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒത്തിരി പ്രതിസന്ധികൾ,
ഒത്തിരി വേദനകൾ ഹല്ലേലൂയ പല നിലവാരത്തിൽ കടന്നു വരുന്നു. മാനസികമായ, ശാരീരികമായ, ഭൗതികമായ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആത്മീകമായ ഈ മേഖല മുഴുവൻ പിശാച് പിടിച്ചടക്കി ഹല്ലേലൂയ ഹല്ലേലൂയ ഭക്തനെ വഴുതിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ എല്ലാ മേഖലകളും, കാണുന്നതോ കാണാത്തതോ എല്ലാ മേഖലകളിലും പൂർണ്ണ സംരക്ഷണം തരുന്ന വഴുതാതെ സംരക്ഷിക്കുന്ന അരിമനാഥൻ്റെ കാൽച്ചുവട്ടിൽ ഞങ്ങൾ ഈ പകൽക്കാലം ഇരുന്ന് കർത്താവിന് നന്ദി പറയുന്നു. അതേ കർത്താവേ, കാൽ വഴുതിപ്പോകാൻ സമ്മതിക്കാത്ത അരിമനാഥൻ്റെ സംരക്ഷണം അത് വചനം കേൾക്കുന്ന അവിടുത്തെ എല്ലാ ജനത്തിനും കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവേ. ഈ വചനം അവർക്ക് ഉറപ്പാക്കി ധൈര്യമാക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഹല്ലേലൂയ വഴുതിച്ചു കളയുന്ന മേഖലയിൽ നിന്നൊരു വിടുതൽ ഈ വചന നിമിത്തം കൊടുത്താതിരിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനതയുടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.